തുടങ്ങിയൊന്നും കേൾക്കുന്നില്ല. ആർക്കും കേൾക്കുന്നില്ല അല്ലേ? കേൾക്കുന്നില്ല. ഇതുവരെ ഒന്നും കേട്ടിട്ടില്ലേ? തുടങ്ങിയിട്ടില്ല. ഇല്ല. ഇല്ല. Good morning. Good morning, ma'am. 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 Morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, good morning. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ വെനസ്ഡേ നിഷ മിസ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് കിട്ടിയല്ലേ? Yes. എല്ലാവരും ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തായിരുന്നോ? ചെയ്തായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ എടുത്തേക്കുന്ന കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ ഞാൻ എടുക്കുന്ന ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ തന്നെയാണ് വരുന്നത്. അപ്പോ നമുക്ക് അതിനകത്ത് എന്താണ് ഹോസ്പിറ്റല്, ഒരു ഡെഫിനിഷൻ, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷനും ഒക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനിയിപ്പോ ചാപ്റ്റർ വൈസ് ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ട് ഞാൻ പറയാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്താണ്, നമുക്ക് അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ലേ? മാഡത്തിന്റെ പേര്? എന്റെ പേര്. ഓക്കെ, നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടിയിട്ടില്ലല്ലോ? ഇല്ല മാഡം. നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടും. അപ്പോ ഈ എല്ലാ ട്യൂസ്ഡേ ആയിരിക്കും എനിക്ക് ക്ലാസ്. നിങ്ങൾക്ക് ഒരു ക്ലാസ് ആണ് എനിക്ക് ഉള്ളത്. അപ്പൊ നിങ്ങളിപ്പോ ഓൾറെഡി നിങ്ങൾ ഓരോ ടീച്ചേഴ്സിനും ഓരോ ബുക്സ് എടുത്തു വെക്കാൻ പറഞ്ഞിരുന്നു. ഓരോ ബുക്ക് എടുത്തു വെക്കണം എന്ന് അല്ലേ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ ഇതൊക്കെ ടീച്ചർ പറഞ്ഞതാണ്. നമുക്ക് 35 ചാപ്റ്റർ ആണ് ഉള്ളത്. അപ്പൊ അതിനകത്ത് ഓരോ ടീച്ചേഴ്സും കുറച്ച് ചാപ്റ്റർ വീതം ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കട്ടെ. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ ബുക്സ് നിങ്ങൾ ആ ഓരോ ടീച്ചേഴ്സിന്റെ പേര് എഴുതി തന്നെ ഓരോ ബുക്ക് എടുത്ത് വെക്കുക. അപ്പൊ നമ്മളിവിടെ ക്ലാസ്സിൽ ചില ടേംസ്. എന്റെ പേര് രമ്യ. കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പോ ഓരോ ടീച്ചേഴ്സിന്റെ പേര് എഴുതി തന്നെ നിങ്ങൾ ബുക്ക് എടുത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മളെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രിന്റഡ് നോട്ട് തന്നെയാണ് നിങ്ങളുടെ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. അതുകൂടാതെ എക്സ്ട്രാ ചില കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യേണ്ടതുണ്ടാവും, ചില ടേംസുകൾ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ബുക്ക് നിങ്ങൾക്ക് എടുത്തു വെക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും ഒരു ബുക്കിൽ എഴുതുമ്പോൾ അത് നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോഴാണെങ്കിലും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഓരോ ടീച്ചേഴ്സിനും ഓരോ ബുക്ക് കരുതി വെക്കുക. ഇനി നിങ്ങൾ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ കേട്ടതാണ്. എന്താ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? എന്താ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ്? Quality service. Do some work operations efficiently. ഓക്കെ, നമ്മളൊരു ഹോസ്പിറ്റലിലുള്ള ഓവറോൾ ആയിട്ടുള്ള എല്ലാ പെർഫോമൻസ് ആക്ടിവിറ്റീസിനെയൊക്കെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ട്, അതിനെ ഒരു ഓവർസീസ് ചെയ്യാൻ നമ്മൾ ഓരോ സ്റ്റുഡൻസിനെയൊക്കെ കേപ്പബിൾ ആക്കുന്ന ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹോസ്പിറ്റൽ ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ബിസിനസ് എന്ന നിലയിൽ ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള മാനേജ്മെന്റിനെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് നമുക്ക് ഒരു ഡെഫിനിഷൻ ആയിട്ട് ഒന്ന് എഴുതാം. വാട്ട് ഈസ്, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഇപ്പൊ പോയിട്ടില്ല. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ചാപ്റ്റർ 1 എഴുതുക, ഇൻട്രൊഡക്ഷനിൽ കൊടുക്കുക.
Chapter 1 Introduction. ഓക്കെ Okay. ഇനി നമുക്ക് എഴുതാം. ഹെഡിങ് കൊടുക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. Okay. Hospital administration is a process by which skilled men men മാം ഒന്നുകൂടി ഒന്ന് പറയാമോ? മാം ഒന്നും കൂടെ പറയാമോ? Okay. Hospital administration is a process by which skilled men or women, 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 help, HELP, help. Men or women. Hospital administration is a process by which skilled men or women, 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 help, 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 organize, ORGANIZE, organize. Organize ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക. Organize, 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 and overseas, OVERSEE, 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 oversee the daily activities of a healthcare facility. Daily activities of a healthcare facility. Okay. Hospital administration is a process by which skilled men or women help, organize, and oversee the daily activities of a ഹെൽത്ത് കെയർ ഫെസിലിറ്റി. എന്താ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യാനും അതുപോലെ അതിന് ഓവർസീസ്, അതിന് മേൽനോട്ടം വഹിക്കാനും ഒക്കെ സ്കിൽഡ് ആയിട്ടുള്ള മെന്നിനെയും വിമനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരു അറിവ് തരുന്ന ഒരു പ്രോസസ്സാണ്, ആ ഒരു കോഴ്സാണ് ശരിക്കും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓവറോൾ മാനേജ്മെന്റ്, മൊത്തത്തിലുള്ള കാര്യങ്ങൾ, ഫങ്ഷൻസ് എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊരു അതിനെക്കുറിച്ച് സ്റ്റുഡൻസിന് ഒരു നോളജ് തരുന്ന ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ക്ലിയർ ആണോ? ഡെഫിനിഷൻ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കില്ല, അറിയാലോ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് വരുന്നത്. ഓപ്ഷൻസ് നോക്കി കറക്റ്റ് ചെയ്യുക. പക്ഷെ നമ്മളൊരു കോഴ്സ് പഠിക്കുമ്പോൾ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് നമ്മൾ ക്ലിയർ ആക്കണം. മനസ്സിലായോ എന്താ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഡെയിലി ആക്ടിവിറ്റീസ് അത് ഓർഗനൈസ് ചെയ്യാനും അതിന് ഓവർസീസ്, അതിനെല്ലാത്തിനും ഒന്ന് മേൽനോട്ടം വഹിക്കാനും സ്കിൽഡ് ആയിട്ടുള്ള മെന്നിനെയും വിമനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് റെസ്പോൺസിബിൾ. അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ? ഫോർ മാനേജിംഗ് ദ വേരിയസ് ഓപ്പറേഷൻസ് ഓഫ് എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ വിവിധ പ്രവർത്തനങ്ങള് അത് കൈകാര്യം ചെയ്യുക, അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ ചെല്ലുമ്പോ, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസിലാണ്, അല്ലെ? റിസപ്ഷനിസ്റ്റ്
അവരെയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം അവിടെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഒ പിയിൽ ഇപ്പൊ ഡോക്ടറെ കാണുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. അതിന് അതിൻ്റെതായ ഒരു പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന എല്ലാ കാര്യങ്ങളും മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനും ഒക്കെ ഒരു സ്റ്റുഡൻസിനെയൊക്കെ ഒരു കേപ്പബിൾ ആക്കുന്ന ഒരു കോഴ്സാണ് ശരിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ കോഴ്സ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? മാനേജിങ് വേരിയസ് ഓപ്പറേഷൻസ് ഓഫ് എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയൊക്കെ മാനേജ് ചെയ്യുക, അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു റെസ്പോൺസിബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് ആയിട്ട് എഴുതിക്കോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് responsible for responsible for managing managing the various operations of a hospital. Managing various operations of a hospital. For hospital administration and the responsibility the responsibility for managing the various operations of a hospital. ഹോസ്പിറ്റലിന്റെ വിവിധ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുക, അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഉത്തരവാദിത്വമാണ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ മാം. ഓക്കെ, എന്താ റെസ്പോൺസിബിലിറ്റി നമ്മൾ എഴുതിയത്? റീഡ് ചെയ്തേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ is responsible for managing the various operations of a hospital. ഓക്കെ, ഹോസ്പിറ്റൽസിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയൊക്കെ പല പ്രവർത്തനങ്ങളെയൊക്കെ മാനേജ് ചെയ്യുക, അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുള്ളത്. ഇനി ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു ഹോസ്പിറ്റല് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നതിന് അവിടെ ഡോക്ടർ മാത്രം മതിയോ? ഇപ്പൊ എന്തിനാ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നേ? ചികിത്സക്ക് വേണ്ടിയിട്ട്, ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. നമുക്ക് എന്തെങ്കിലും ഒക്കെ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ആ ഡോക്ടറെ നല്ല നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ മാത്രം ഉണ്ടെങ്കിൽ ആ ഒരു ഹോസ്പിറ്റല് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഹോസ്പിറ്റല് ഒരു സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ അവിടുത്തെ ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കണം, അല്ലെ? ഒരു ഡെയിലി റുട്ടീൻ പോലെ അവർക്ക് അവരുടേതായ ഓരോ ഇതുണ്ട്. അപ്പൊ അതെല്ലാത്തിനെയും മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് നിങ്ങളിൽ ഉള്ളത്. ഇപ്പൊ നമ്മൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് നമുക്ക് അതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പറഞ്ഞാൽ നമ്മൾ ഏത് ഫീൽഡിലേക്കാണ് ചെയ്യുന്നത് വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ ഹോസ്പിറ്റലിന്റെ ഓവറോൾ മാനേജ്മെന്റ് എല്ലാവരും നമ്മൾ ഇതിനകത്ത് വരുന്നതാണ് കൈകാര്യം ചെയ്യല്. ഇപ്പൊ ഒരു ഡോക്ടർ മാത്രം നല്ലതായത് കൊണ്ട് ഒരു ഹോസ്പിറ്റൽ ഇത് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യണമെന്നില്ല. അവിടത്തെ ഒരു ഹോസ്പിറ്റൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നതിനും അതിന്റെ ഒരു ബെറ്റർ ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നതിനും പിന്നെ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളുണ്ട്. അവർക്കുടെ കോർഡിനേഷൻ, അവർക്കുടെ പ്രവർത്തന ഫലമായിട്ടാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് പോകുന്നത്. നമ്മളാണെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു നല്ലൊരു കൺസെപ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നീടാണെങ്കിലും നമ്മൾ അവിടേക്ക് ചെല്ലുള്ളൂ. അപ്പൊ അങ്ങനെ അവർക്കുടെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നെങ്കിൽ അതിന്റെ ഒരു ബെറ്റർ ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നതിനും പിന്നീട് ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ബേസിക്കലി ഹോസ്പിറ്റലിന്റെ ബെറ്റർ ഗ്രോത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, ഒരു ഹോസ്പിറ്റലിന്റെ ഒരു നല്ലൊരു ഗ്രോത്ത്, ഒരു ബെറ്റർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ബിക്കോസ് എന്തുകൊണ്ടാ? അവരാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹു ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ആരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഈസ് എ പ്രൊഫഷണൽ who oversee the daily operations of a hospital by planning, directing and coordinating health services.
അപ്പൊ ആരാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഈസ് എ പ്രൊഫഷണൽ, ഒരു പ്രൊഫഷണൽ ആയിരിക്കണം. ഹു ഓവർസീസ്, ഓവർസീ ചെയ്യാന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കുക ദ ഡെയിലി ഓപ്പറേഷൻസ് ഓഫ് എ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളെയും ഓവർസീ മേൽനോട്ടം വഹിക്കാൻ കഴിവുള്ള പ്രാപ്തരായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നോക്കി ഹോസ്പിറ്റൽ ബൈ അവിടെ എന്തൊക്കെയാ ചെയ്യുന്ന പ്ലാനിങ്, എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യും, അവർ ആസൂത്രണം ചെയ്യും, ഡയറക്റ്റിംഗ് അതിന് കറക്റ്റ് ഡയറക്ഷൻ കൊടുക്കും, ആൻഡ് കോർഡിനേറ്റിംഗ് എല്ലാത്തിനെയും ഏകോപിപ്പിക്കുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു ഇൻ ഹെൽത്ത് സർവീസസ്. അപ്പൊ പ്ലാനിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് ഹെൽത്ത് സർവീസസ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന, അതിനെയൊക്കെ ഓവർസീസ് ചെയ്യുന്ന ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എഴുതിക്കേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ADMINISTRATOR ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ക്ലിയർ കുറവോ ഏതെങ്കിലും നോട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും എന്നോട് പറയുക. ഞങ്ങൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞു തരാൻ ഒരു മടിയുമില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവുക. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും നമ്മൾ ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ ആ കോഴ്സ് എന്താണെന്ന് അറിയണം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ റോൾ എന്താണ്, നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് നമുക്ക് എന്താണ് അതിനൊരു പ്രയോജനം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ബേസിക് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഈസ് എ പ്രൊഫഷണൽ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഈസ് എ പ്രൊഫഷണൽ. PROFESSIONAL പ്രൊഫഷണൽ. Hospital administrator is a professional who oversees 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 the daily operations of a hospital, by planning, directing, 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 and coordinating, COORDINATING. ഒന്നുകൂടി പറയോ മിസ്സേ? COORDINATING, coordinating health services. SERVICES, health services. Hospital administrator is a professional who oversees the daily operations of a hospital by planning, directing, and coordinating health services. അപ്പൊ ഇങ്ങനെ ഇതിനൊക്കെ പ്ലാൻ ചെയ്യാനും അതിനെ ഡയറക്റ്റ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ അവിടുത്തെ ചെയ്യാനും കഴിവുള്ള എല്ലാ കാര്യങ്ങളും മേൽനോട്ടം, ഡെയിലി ഓപ്പറേഷൻസ് ഓവർസീസ് മേൽനോട്ടം വഹിക്കാനൊക്കെ കഴിവുള്ള ഹെൽത്ത് പ്രൊഫഷണലെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അവർക്കുടെ റോൾ എന്തായിരിക്കും? നമ്മളിപ്പോ പറഞ്ഞത് തന്നെ, എന്താ റോള്? Organizing and oversees the health services and daily activities. അതിനെയൊക്കെ ഓർഗനൈസ് ചെയ്യുക, ഓവർസീസ് മേൽനോട്ടം വഹിക്കാനൊക്കെ വഹിക്കുക. അതൊന്നാമത്തെ പറഞ്ഞു. പിന്നെ അടുത്തത് അവിടുത്തെ സ്റ്റാഫുകളെ, ഇത് മാത്രം പോരാ, അവിടുത്തെ സ്റ്റാഫുകൾ, ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ ഹോസ്പിറ്റലില്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാഫുകളെയൊക്കെ മാനേജ് ചെയ്യണം. പിന്നെ അതുപോലെ ആൻഡ് ബഡ്ജറ്റ്, വരവ് ചിലവ് കണക്കുകള്, ബഡ്ജറ്റുകള്, കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ ദ ഡിപ്പാർട്ട്മെന്റ്. പല നമ്മള് ഫസ്റ്റ് ഇംഗ്ലീഷ് ടീച്ചറിന്റെ ക്ലാസ്സിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്തില്ലേ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അങ്ങനെ അതിനൊക്കെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട് കേട്ടോ. ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതിനകത്ത്. അപ്പൊ അതിനകത്ത് അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക,
അവരെല്ലാത്തിനെയും മാനേജ് ചെയ്യണമല്ലോ. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ഇത്രയും ഡ്യൂട്ടീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ പേഷ്യൻസ് കെയറും കൂടിയും ചെയ്യണം. രോഗി പരിചരണം ഉറപ്പാക്കുക. പേഷ്യന്റ് പ്രോപ്പറായിട്ട് കെയർ കിട്ടുന്നുണ്ടോ, അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെയുള്ളതും കൂടി ഈ ഇത്രയും കാര്യങ്ങൾക്കൊപ്പം തന്നെ ആ പേഷ്യന്റ് കെയർ, അഡിക്വേറ്റ് പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളിൽ വരുന്നതാണ്. നെക്സ്റ്റ് ആയിട്ട് എഴുതിക്കോ, റോൾ ഓഫ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. റോള് ROLE, റോൾ ROLE, റോൾ ഓഫ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്താണ്, അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതിക്കോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ AD MI NI ST RA TORS, അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഏതെങ്കിലും സ്പെല്ലിംഗ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ബേസിക് +2 ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത്. അത് മുതൽ ഹയർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വരെ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് വിചാരിക്കും, MI NI ST RA TORS, അഡ്മിനിസ്ട്രേറ്റേഴ്സ്. നമുക്കറിയാം ഒരുപാട് കുട്ടികൾ ഇപ്പൊ തന്നെ 146 കുട്ടികളോളം നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. +2 മുതലുള്ളവര് നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട്. ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുണ്ട്. അപ്പൊ എല്ലാവർക്കും ഞങ്ങൾക്കൊരു പാർഷ്യാലിറ്റി കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ. എല്ലാവർക്കും ഒരേപോലെ ക്ലാസ്സുകൾ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. ചിലർക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ മതിയാവും, ചിലർക്ക് ഒരു പ്രാവശ്യം കേട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നവരായിരിക്കുന്നില്ല. അതുകൊണ്ടാണ് 2ഓ 3ഓ പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. എല്ലാവരും ഒരേപോലെയാണ്. അതനുസരിച്ച് നമ്മൾ ക്ലാസ് പറയുന്നത് കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കുക. സ്പെല്ലിംഗ് ആണെങ്കിൽ പോലും എന്ത് വിചാരിക്കുക എന്ന് വിചാരിക്കേണ്ട, നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ എഴുതുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക. ഏതെങ്കിലും സ്പെല്ലിംഗ് കിട്ടാത്തവരോ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് തരാം. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങൾ അത് ചെയ്തു തരാം. വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ നല്ല രീതിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും പാസ്സാവണം. അതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പൊ അതിനനുസരിച്ച് തന്നെ എല്ലാവരും ക്ലാസ്സിൽ എന്തെങ്കിലും, പിന്നെ കുറച്ച് ആളുകളൊക്കെ കുറെ നാളത്തെ ഗ്യാപ്പ് ഇട്ട് ക്ലാസ്സിൽ കയറുന്നവരുണ്ട്. അവർക്ക് ചിലപ്പോ എല്ലാം കൂടെ ഒപ്പം എഴുതി പോകാൻ പറ്റണമെന്നില്ല. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോ അഥവാ കിട്ടിയില്ലെങ്കിൽ ഈ ക്ലാസ് കഴിയുമ്പോഴാണെങ്കിലും, ഈ ക്ലാസ് കഴിഞ്ഞ് അടുത്ത മിസ് വരും, അത് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യുക കേട്ടോ. അതിനോട്ടൊന്ന് ക്ലിയർ ചെയ്തേക്കാം. ഓക്കെ, എഴുതിക്കോ. റോളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്താണെന്ന് പറഞ്ഞിരിക്കണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഹോസ്പിറ്റൽ അമീന ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. ഒരാൾക്കടെ ഇത് മ്യൂട്ടും മാറിക്കിടന്ന് അൺമ്യൂട്ട് ആയി കിടന്ന് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് വേഗം നോട്ട്സ് ആണെങ്കിലും എഴുതിയെടുക്കാനോ ഒക്കെ എളുപ്പമായിരിക്കും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ, റെസ്പോൺസിബിൾ RESPONSIBLE, റെസ്പോൺസിബിൾ ഫോർ ഓർഗനൈസിംഗ് ORGANIZING, ഓർഗനൈസിംഗ് ആൻഡ് ഓവർസീയിങ്, organizing and overseeing OVERSEEING, overseeing. എക്സ്ക്യൂസ് മീ മാം, ഫസ്റ്റ് തൊട്ടൊന്ന് പറയൂ. ഇവിടെ ഇടയ്ക്ക് സപ്ലൈ. ഓക്കെ, hospital administrators are responsible for organizing and overseeing OVERSEEING, overseeing the health services and daily activities. The health services and daily activities of a hospital. Daily activities of a hospital. ഇനി സെക്കൻഡ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാം. മാനേജ് സ്റ്റാഫ്, മാനേജ് MANAGE, മാനേജ് സ്റ്റാഫ് ആൻഡ് ബഡ്ജറ്റ്.
VUDGETS budgets, വരവ് ചെലവ് കാര്യങ്ങൾ, ബഡ്ജറ്റ്, VUDGETS budgets, comma, communicate between departments, communicate, COMMUNICATE, communicate between departments and ensure, 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 ഉറപ്പുവരുത്തണം, ensure adequate, manage staff and budgets, comma, communicate between departments and ensure, ENSURE, ensure adequate, ADEQUATE, adequate patient care amongst, AMONGST, amongst other ഡിപ്പാർട്ട്മെന്റ് പറയുമോ? manage staff and budgets, comma, communicate between departments and ensure adequate patient care, ensure adequate patient care amongst, AMONGST, other duties, മറ്റുള്ള ഡ്യൂട്ടീസിന്റെ ഇടയിലും പേഷ്യന്റ് കെയർ ഉറപ്പുവരുത്തണം. ഓക്കെ, എൻഷുർ ചെയ്യണം. എൻഷുർ പേഷ്യന്റ് കെയർ, patient care, CARE, patient care amongst, AMONGST, amongst other duties. Okay. അഡ്വക്കേറ്റിന്റെ സ്പെല്ലിംഗ് പറയുമോ? ADEQUATE, adequate, ADEQUATE. അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റാഫിനെ മാനേജ് ചെയ്യുക, ബഡ്ജറ്റ് മാനേജ് ചെയ്യുക, ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അതിന്റെ കൂടെ ഒപ്പം തന്നെ എൻഷുർ, എന്ത് ഉറപ്പുവരുത്തണം? ആഡിക്വേറ്റ് പേഷ്യന്റ് കെയർ, മറ്റുള്ള ഈ ഡ്യൂട്ടീസിന്റെ ഒപ്പം തന്നെ രോഗി പരിചരണം എൻഷുർ ചെയ്യണം, ഉറപ്പുവരുത്തണം. ഇത് രണ്ടുമാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, നേരത്തെ നമുക്ക് ഈ ഹോസ്പിറ്റലില് ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടായിരുന്നില്ല ശരിക്കും, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെയൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഡിഗ്രി അല്ലെങ്കിൽ +2 കഴിഞ്ഞവര് ഹോസ്പിറ്റലിൽ കയറുന്നു, ഏത് ഇതിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് നോക്കുന്ന ആ ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉള്ളവർ തന്നെ 2-3 മാസമൊക്കെ ട്രെയിനിങ് തന്നിട്ട്, നമുക്ക് ആ ട്രെയിനിങ് തന്നിട്ടാണ് ആ ജോബിലേക്ക് അവരെ ക്യാപ്പബിൾ ആക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമുക്ക് അത്രയും ടൈം വേസ്റ്റ് ചെയ്യാനില്ല. 3 മാസം ഒരു കുട്ടീനെ പഠിപ്പിച്ചിട്ട് ആ ഒരു അത് ജോലിയിലേക്ക് നിർത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, നമുക്ക് അത് അത്രയും ടൈം പോകും. പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് തന്നെ വന്നത്. അപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു ഫീൽഡ് തന്നെയുണ്ട്. ഇപ്പോ ഈ ഒരു ഫീൽഡിലേക്ക് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്, അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെയാണ് നാം ഈ ഒരു ജോബിലേക്ക് നമ്മൾ എത്തപ്പെടേണ്ടത്. 2023 ഹെൽത്ത് സ്കീം അനുസരിച്ചിട്ട് തന്നെ അതിനകത്ത് പറയുന്നത് ഈ ഒരു കോഴ്സ് കഴിഞ്ഞവർക്ക് നമുക്ക് ഡയറക്റ്റ് അവർക്ക് ഒരു പ്രിഫറൻസ് ഉണ്ട് ഹോസ്പിറ്റലിൽ. നമ്മളിപ്പോ ഈ കോഴ്സ് കഴിയുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും, നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ ഓൾറെഡി ഫ്രണ്ട് ഓഫീസ്, അതൊക്കെ ഓരോ ചാപ്റ്റേഴ്സ് ആണ് ഫ്രണ്ട് ഓഫീസ് ഒക്കെ. അപ്പൊ അവിടുത്തെ മാനേജ്മെന്റ് കാര്യങ്ങൾ, അവരെങ്ങനെയൊക്കെ ആയിരിക്കണം, സ്റ്റാഫിന്റെ ഡ്യൂട്ടീസ് എല്ലാം നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു 2023 ഹെൽത്ത് സ്കീം അനുസരിച്ച് ഈ ഒരു കോഴ്സ് കഴിഞ്ഞവർക്ക് അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു പ്രിഫറൻസ്, ഒരു മുൻഗണന ഉണ്ടെന്നാ പറയുന്നത്. ഇനി ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് സ്റ്റുഡൻസിന് എന്താ തരുന്നത്? സഫിഷ്യന്റ് നോളജ് ആൻഡ് സ്കിൽസ് ടു ക്യാരി ഔട്ട് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പറേഷൻസ്, ക്ലിനിക്കൽ ആൻഡ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ്. ക്ലിനിക്കൽ ചികിത്സാപരമായിട്ടും സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സിൽ അവിടുത്തെ നടക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് ഒരു നോളേജ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. പിന്നെ അതോടെ ക്യാൻഡിഡേറ്റ്സ് ഇൻവോൾവ് ദ ഓവറോൾ കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നടക്കുന്ന ഓവറോൾ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയൊക്കെ അതേക്കുറിച്ചൊക്കെ ഒരു നോളേജ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക ചെയ്യുന്നത്. Candidates involved in overall coordination of the activities of a hospital.
അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ നമുക്കിനി എവിടെയൊക്കെയാണ് നമുക്ക് ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നത് വെച്ചാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് സ്മൂത്ത് ആക്കുന്ന ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലാകാം, റവന്യൂ സൈക്കിൾ മാനേജ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലാകാം, ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റ്, ഫ്രണ്ട് ഓഫീസ്, പബ്ലിക് റിലേഷൻ, മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഫീൽഡിലേക്കാണ് നമുക്ക് അവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഇനി നമുക്ക് ചാപ്റ്റർ 1 നമുക്ക് ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. അതില് നമ്മൾ എന്താണ് ഹോസ്പിറ്റല് എന്താണ് ഒരു ചെറിയൊരു ഡെഫിനിഷൻ, ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷൻ. നമുക്കറിയാം ഹോസ്പിറ്റൽ എന്താണെന്നുള്ളത്, എങ്കിലും നമുക്കൊരു ഡെഫിനിഷൻ ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിൽ നൽകിയിട്ടുള്ള ഡെഫിനിഷനാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്റർ 1 പോകാം. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സ്പാൻഡഡ് ഫോം. അപ്പൊ ഇത് ഓരോ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ അതിനുള്ള എക്സ്പാൻഡഡ് ഫോം പ്രത്യേകം ഞാൻ പറയും. അപ്പൊ അത് നോട്ട് ചെയ്തെടുക്കണം. ചിലത് ഇതിനകത്തുണ്ട്, ടെക്സ്റ്റിൽ ഈ നോട്ടിൽ ഇല്ലാത്തതും എക്സ്ട്രാ പറയും. അപ്പൊ അതൊക്കെ നിങ്ങളുടെ അഡീഷണൽ നോട്ടിലേക്ക് ഞാൻ പറയും നോട്ട് ചെയ്തെടുക്കാൻ. അത് എക്സാമിന് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. എക്സ്പാൻഡ് ഇപ്പൊ ഞാൻ പറയാം WHO, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് WHO ചോദിക്കാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ചാപ്റ്റർ 1 കടക്കാം. നമ്മളൊരു പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ അത് ജസ്റ്റ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ചാപ്റ്റർ ആണ് ഹിസ്റ്ററി. നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക്, ഇന്നത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്, അതാണ് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. ഇനി അത് കഴിഞ്ഞിട്ട് തേർഡ് ചാപ്റ്റർ ബ്ലഡ് ബാങ്ക് ആണ് വരുന്നത്, CSSD. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പൊ നെക്സ്റ്റ് മുതൽ ഫസ്റ്റും സെക്കൻഡും കോമൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാ പറയുന്നത്. തേർഡ് ചാപ്റ്റർ ബ്ലഡ് ബാങ്ക് മുതലാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതും. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 1 നോക്കാം. നമ്മൾ ഹെഡിങ് ഒക്കെ നേരെ കൊടുത്തതാണ്. ഇനിയിപ്പോ ഇതൊന്നും നിങ്ങളുടെ ബുക്കിലേക്ക് ഒന്നും നോക്കണ്ട. ഇവിടെ നമ്മുടെ പ്രിന്റഡ് നോട്ട് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്, നോക്കാം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അത്യാവശ്യം നമുക്ക് എന്താ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്താണ്, ഈ ഒരു കോഴ്സിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, എവിടെയൊക്കെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചാപ്റ്റർ 1 നോക്കാം. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ. ഇവിടെ നോക്കിയേ, ദ ഇംഗ്ലീഷ് വേർഡ്സ് ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽ, hotel and hospice are all according to etymology related to the Latin noun hospice. ഇവിടെ നോക്കി, ഈ വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ദ ഇംഗ്ലീഷ് വേർഡ് ഹോസ്പിറ്റൽസ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് അല്ലേ, ഹോസ്പിറ്റൽസ്. പിന്നെ സെക്കൻഡ് ഹോസ്റ്റൽ, ഹോസ്റ്റൽ കേട്ടിട്ടില്ലേ, ഹോസ്റ്റൽസ്. ഹോട്ടലിൽ പോകാത്തവർ ആരും ഉണ്ടാവില്ല അല്ലെ, ഹോട്ടൽ. നെക്സ്റ്റ് ആറ്റ് ഹോസ്പിസ്. ഈ വേർഡ് നോക്കിയേ, ഹോസ്പിസ്. ഹോസ്പിസ് എന്ന് പറഞ്ഞത് ഹോസ്പിസ് കെയർ സെന്റേഴ്സ്. ഹോസ്പിസ് എന്ന് പറഞ്ഞാൽ അവിടെ ട്രീറ്റ്മെന്റിന്റെ ഒപ്പം തന്നെ എന്റർടൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഹോസ്പിസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അവിടെ ട്രീറ്റ്മെന്റ് പ്ലസ് എന്റർടൈൻമെന്റ്, അതായത് നമുക്ക് വളരെ രോഗങ്ങളൊക്കെ കൂടി ഇങ്ങനെ ഒരു എൻഡ് സ്റ്റേജിലേക്ക് വരുന്ന ആ ഒരു പേഷ്യൻസ് ഒക്കെ, അപ്പൊ നമുക്കറിയാം അവർക്ക് നമ്മൾ മരുന്ന് കഴിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പൊ ഇനി ലാസ്റ്റ് സ്റ്റേജിലൊക്കെ അവർക്ക് കൂടുതൽ എന്റർടൈൻമെന്റ് കൊടുക്കുക, അവരെ മാക്സിമം സന്തോഷിപ്പിക്കുക, അങ്ങനെയുള്ളത് ഒക്കെ വേണ്ടിയിട്ട് ആ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഹോസ്പിസ് സെന്റേഴ്സ്. ഹോസ്പിസ് എന്ന് പറയുന്നത് അവിടെ ട്രീറ്റ്മെന്റ് പ്ലസ് എന്റർടൈൻമെന്റ്. ട്രീറ്റ്മെന്റിനല്ല അവിടെ ഇമ്പോർട്ടന്റ്, അവിടെ എന്റർടൈൻമെന്റിനാണ്. അപ്പൊ അവരെ ഇനി മാക്സിമം എൻജോയ് ചെയ്യിപ്പിക്കുക, അവർക്കുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഉള്ള വേണ്ടിയുള്ള ഒരു ഹോമാണ് ഈ ഹോസ്പിസ് സെന്റർ എന്ന് പറയുന്നത്. ഹോം പ്രൊവൈഡിങ് കെയർ ഫോർ സിക്ക് ഓർ ടെർമിനലി ഇല്ലായിട്ടുള്ളവർക്ക്, സിക്ക് ആയിട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മള് കെയർ കൊടുക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഹോമാണ് ഹോസ്പിസ്. ആ വേർഡ് ഏതാ, ഹോസ്പിസ്. HOSPICE. ഈ പറഞ്ഞ 4 വേർഡ്സും അക്കോർഡിംഗ് ടു എത്തിമോളജി. എത്തിമോളജി എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ഓഫ് വേർഡ്സ്. ഭാഷാശാസ്ത്രപരമായി എത്തിമോളജി ഇവിടെ നോട്ട് ചെയ്യണമെങ്കിൽ എഴുതി വെച്ചോ കേട്ടോ. സ്റ്റഡി ഓഫ് ദ origin of words. Study of the origin of words.
ഭാഷാശാസ്ത്രപരമായി റിലേറ്റഡ് ടു ലാറ്റിൻ നൗൺ ഹോസ്പസ്. ഹോസ്പസ് എന്ന് പറഞ്ഞ ലാറ്റിൻ നൗണുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ലാറ്റിൻ നൗൺ ഹോസ്പസ്, HOSPES. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞേക്കുന്ന ഫസ്റ്റ് സെന്റൻസിൽ ഈ ഇംഗ്ലീഷ് വേർഡ്സ് ഹോസ്പിറ്റൽ, ഹോസ്റ്റൽസ്, ഹോട്ടൽ, ഹോസ്പിസ് ആർ ഓൾ അക്കോർഡിംഗ് ടു എറ്റിമോളജി. ഭാഷാശാസ്ത്രമായിട്ട് ഇതെല്ലാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? റിലേറ്റഡ് ടു ലാറ്റിൻ നൗൺ ഹോസ്പസ്. ഹോസ്പസ് എന്ന് പറഞ്ഞ ഈ ലാറ്റിൻ വേർഡിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതാണ്, ഡിറൈവ് ചെയ്തേക്കുന്നതാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എ വേർഡ് ഹാവിംഗ് ദ ഓപ്പോസിറ്റ് മീനിങ്, എ ഗസ്റ്റ് ഓർ വിസിറ്റർ. ഇപ്പൊ നൗൺസിലാണെങ്കിൽ ഹോസ്പിസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ എന്നാണ്. ഹോസ്പസ് എന്ന് പറഞ്ഞേക്കണേ ലാറ്റിൻ നൗൺ ഹോസ്പസ്. ആ നൗൺ ഫോമിലാണെങ്കിൽ നമുക്കറിയാം ഇംഗ്ലീഷിന് ഒരു വേർഡിന് തന്നെ ഒരുപാട് നമ്മൾ മീനിങ് ഉണ്ട്. അപ്പൊ നൗൺ ഫോമിലാണെങ്കിൽ അതിന് ഗസ്റ്റ് ഓർ വിസിറ്റർ എന്ന് പറയാം. അല്ലെങ്കിൽ നോക്കിയേ, വേർഡ് ഹാവിംഗ് ഓപ്പോസിറ്റ് മീനിങ്, അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ഉണ്ട്. ഹോസ്പസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിന്റെ മീനിങ് നൗണിലാണെങ്കിൽ നമുക്ക് ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ എന്ന് പറയാം. അല്ലെങ്കിലോ എ വേർഡ് ഹാവിംഗ് ദ ഓപ്പോസിറ്റ് മീനിങ്, എ ഗസ്റ്റ് ഓർ വിസിറ്റർ. ഗസ്റ്റ് ഓർ വിസിറ്റർ അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ഏതാ? ഗസ്റ്റിന്റെ ഓപ്പോസിറ്റ് ഏതാ? What is the meaning opposite? Host, HOST, അല്ലെ? അതിഥി, ആതിഥേയനം. അപ്പൊ അതിന് ഓപ്പോസിറ്റ് മീനിങ് വരുന്നുണ്ട്. ആൻഡ് വൺ ഹു പ്രൊവൈഡ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ ദ ഗസ്റ്റ് ഓർ വിസിറ്റർ. ഗസ്റ്റിനോ വിസിറ്ററിനോ ലോഡ്ജിങ് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് അതിഥിനെ സ്വീകരിക്കുന്ന ആതിഥേയൻ എന്നുള്ള മീനിങ്ങും ഇതിന് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്ന ഹോസ്പിസ് എന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് ഗസ്റ്റ് എന്ന് വരാം, വിസിറ്റർ എന്ന് വരാം, അല്ലെങ്കിൽ ആഡ്ജക്റ്റീവ് ഫോംസിലാണെങ്കിൽ അതിന് ഹോസ്റ്റ്, HOST, ഹോസ്റ്റ് എന്നും സ്ട്രേഞ്ചർ എന്നും വരാം. ഇത് നാലും ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ആണ്. അതൊന്ന് അവിടെ ഒന്ന് നോട്ട് ചെയ്തോ, ബുക്കിലേക്ക് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. വേർഡ് മീനിങ് ഹോസ്പസ്. ഹോസ്പസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിന്റെ മീനിങ് ഗസ്റ്റ്, GUEST, ഗസ്റ്റ്, വിസിറ്റർ, അല്ലെങ്കിൽ ഫോമിട്ട് എഴുതിക്കോ, വിസിറ്റർ, VISITOR, വിസിറ്റർ. അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് വരാം, അതായത് ഹോസ്റ്റ്, HOST, ഹോസ്റ്റ്, സ്ട്രേഞ്ചർ, STRANGER, സ്ട്രേഞ്ചർ. ഇതെല്ലാം ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ആണ്. ഇപ്പൊ നിങ്ങളോട് അഥവാ ഒന്നും കൂടെ പറയൂ. ഈ ഹോസ്പസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ഗസ്റ്റ്, GUEST, അതിഥി അല്ലെങ്കിൽ വിസിറ്റർ. വിസിറ്റർ എന്ന നൗൺ ഫോമില് അതിന്റെ മീനിങ് വരുന്നത്. ഇനി ഇതിന് ഓപ്പോസിറ്റ് മീനിങ്ങും ഉണ്ട്. എ വേർഡ് ഹാവിംഗ് ദ ഓപ്പോസിറ്റ് മീനിങ്. അപ്പൊ ഗസ്റ്റിന്റെ ഓപ്പോസിറ്റ് ഏതാ വരുന്നത്? ഹോസ്റ്റ്, HOST, ഹോസ്റ്റ് എന്ന് പറയാം. അത് അഡ്ജക്റ്റീവ് ഫോംസിലാണെങ്കിൽ ഈ മീനിങ് വരുന്നത് ഹോസ്റ്റ് എന്നോ അല്ലെങ്കിൽ സ്ട്രേഞ്ചർ, STRANGER, സ്ട്രേഞ്ചർ എന്നോ മീനിങ് വരാം. വൺ ഹു പ്രൊവൈഡ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ ദ ഗസ്റ്റ്. ഗസ്റ്റിന് ലോഡ്ജിങ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്റർടൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആള്, അതും ഈ ലാറ്റിൻ വേർഡ് ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ആയിട്ട് വരാം. ഹോസ്പസ്. ഓക്കെ, അപ്പൊ ഈ വേർഡ്സുകളെല്ലാം ഡിറൈവ് ചെയ്തേക്കുന്നത് ഏത് വേർഡിൽ നിന്നാ? ഹോസ്പിറ്റൽ, ഹോസ്റ്റൽ, ഹോട്ടൽ, ഹോസ്പിസ് ആർ ലാറ്റിൻ വേർഡ് ഏതാ? ഹോസ്പസ്. ഹോസ്പസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തേക്കുന്നത്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഹോസ്പസ്? മീനിങ് ഏതൊക്കെയാ നമ്മൾ പറഞ്ഞേ? നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക, ഏതാണ് ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത് ആ ഓപ്ഷൻ നോക്കിയിട്ട് കറക്റ്റ് ആൻസർ ചെയ്യുക. ഈ 4 മീനിങ്ങും നമുക്ക് ഹോസ്പസ് എന്ന് പറഞ്ഞതിന്റെ മീനിങ് ആണ്. നൗൺസിലാണെങ്കിൽ ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ എന്ന് വരാം. അഡ്ജക്റ്റീവ് ഫോംസിലാണെങ്കിലാണ് അവിടെ മീനിങ് സ്ട്രേഞ്ചർ, ഹോസ്റ്റ് എന്നൊക്കെ മീനിങ് വരാം. എ പ്ലേസ് വെയർ ഗസ്റ്റ് ഈസ് റിസീവ്ഡ്, ഗസ്റ്റിന് റിസീവ് ചെയ്യുന്ന പ്ലേസ്. From its gradual evolution through the 18th and 19th century, the hospital in the eastern and western world has come of the age only newly during the past 15 years
So the concept of today's hospitals contrasting basically from the old idea of a hospital as no more than a place of the treatment of the sick. സെന്റൻസ് കണ്ട് പേടിക്കൊന്നും വേണ്ട, അതിന്റെ ഉള്ളിൽ പറഞ്ഞേക്കുന്ന കാര്യം വളരെ ചെറിയൊരു കാര്യം. അതായത് നമ്മൾ 18th and 19th സെഞ്ചുറി, 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും ഒക്കെ ആവിർഭവിച്ച ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ആ ഒരു സംരംഭം അതിനിപ്പോ ഒരു പുതിയൊരു ആശയത്തിലേക്ക് വന്നു ചേർന്നേക്കാന്നാണ്. ഓക്കെ, ഒൺലി ഡ്യൂറിങ് ദ പാസ്റ്റ് 15 years, കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് അതിനൊരു പുതിയൊരു ആശയത്തിലേക്ക്, പുതിയൊരു കൺസെപ്റ്റിലേക്ക് വന്നു ചേർന്നേക്കാണ്. പണ്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം മാത്രമായിരുന്നു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. രോഗികളുടെ ചികിത്സിക്കുന്ന ഒരു സ്ഥലം, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു പ്ലേസ് മാത്രമായിരുന്നു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോ ഇന്ന് ആ ഹോസ്പിറ്റലിന്റെ ഒരു ആശയം കഴിഞ്ഞ ഒരു 15 years ആയിട്ട് ടുഡേസ് ഒരു പുതിയൊരു കൺസെപ്റ്റിലേക്ക് വന്നു ചേർന്നേക്കാണ്. ആശുപത്രി എന്ന ഒരു പഴയ ഒരു ആശയത്തിൽ നിന്ന് ഒരു പുതിയ ഒരു ആശയത്തിലേക്ക് വന്നു ചേർന്നേക്കാണ്. അപ്പൊ പഴയ ഒരു കൺസെപ്റ്റ് 18th and 19th സെഞ്ചുറിയിൽ ഒറിജിനേറ്റ് ചെയ്യാൻ ആവിർഭവിച്ച ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ആ ഒരു സംരംഭം അന്ന് എന്തായിരുന്നു? അവിടെ പേഷ്യന്റിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം മാത്രമായിരുന്നു ഹോസ്പിറ്റൽ. എന്നൊരു പാസ്റ്റ് 15 years ആയിട്ട് ആയപ്പോഴത്തേക്കും നമുക്ക് എന്താ ഒരു പുതിയൊരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നേക്കുവാണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, കറന്റ്ലി ദ ഹോസ്പിറ്റൽസ് ആർ നോട്ട് ജസ്റ്റ് സീൻ ആസ് ഹീലിംഗ് സെന്റേഴ്സ്. അപ്പൊ ഇന്നെങ്ങനെയാ? ഇന്ന് നമ്മൾ പറഞ്ഞല്ലോ, പണ്ടത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഒരു കഴിഞ്ഞ ഒരു 50 വർഷങ്ങളായിട്ട് പുതിയൊരു കൺസെപ്റ്റിലേക്ക് വന്നു ചേർന്നേക്കാണ്. ടുഡേസ് ഹോസ്പിറ്റൽ, ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ആർ നോട്ട് ജസ്റ്റ് സീൻ ആസ് ഹീലിംഗ് സെന്റേഴ്സ്. ഹീലിംഗ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹീലിംഗ് സെന്റർ രോഗശാന്തി നൽകുന്ന സെന്ററുകൾ, രോഗശാന്തി കേന്ദ്രങ്ങൾ, ഹീലിംഗ് സെന്റേഴ്സ്. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് ആസ് ഹീലിംഗ് സെന്റേഴ്സ്. ഹീലിംഗ് സെന്റർ മാത്രമല്ല, അവര് രോഗങ്ങളെ ചികിത്സിക്കുന്ന രോഗശാന്തി കേന്ദ്രങ്ങൾ മാത്രമല്ല ഇന്ന് ഹോസ്പിറ്റൽ, ബട്ട് ഓൾസോ ആസ് എ പ്ലേസ് ദാറ്റ് ആക്ച്വലി പ്രൊമോട്ട് ഹെൽത്ത്ഫുൾ ലിവിംഗ്. ഇന്നെങ്ങനെയാ? ഒരു ഹെൽത്ത്ഫുൾ ലിവിംഗ്, ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രദാനം ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ എന്താ പറഞ്ഞത്? 18th and 19th സെഞ്ചുറിയിൽ ആവിർഭവിച്ച ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സംരംഭം, അതിന് പണ്ട് എന്തായിരുന്നു നമ്മൾ കൊടുത്തത്? ഒരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന, രോഗികളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം മാത്രമായിരുന്നു. എന്നാൽ ഒരു 15 years ആയിട്ട്, 50 വർഷങ്ങളായിട്ട് ഒരു പുതിയൊരു കൺസെപ്റ്റിലേക്ക് വന്നു. നമ്മൾ ആ പഴയ ഇതിൽ നിന്നൊക്കെ മാറി ഒരു പുതിയൊരു ആശയത്തിലേക്ക് വന്നു ചേർന്നു. ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് ആസ് എ ഹീലിംഗ് സെന്റേഴ്സ്, ഹീലിംഗ് സെന്റർ മാത്രമല്ല, എന്തും കൂടിയാണ്? ആസ് എ പ്ലേസ് ദാറ്റ് ആക്ച്വലി പ്രൊമോട്ട് ഹെൽത്ത്ഫുൾ ലിവിംഗ്, ആരോഗ്യകരമായിട്ടുള്ള ജീവിതം പ്രദാനം ചെയ്യുന്ന, അത് വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്ലേസ് കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. The general public would prefer to visit a hospital that offers many facilities rather than going to a hospital that only satisfied to the patient care. The general public, സാധാരണ ആളുകൾ എപ്പോഴും ഇഷ്ടപ്പെടുന്ന എങ്ങനെയാ? prefer to visit hospital that offers many facilities. ധാരാളം ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് സാധാരണ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. നമ്മളും അങ്ങനെ തന്നെയല്ലേ? ഒരു രോഗം വന്നെങ്കിൽ നമ്മൾ ധാരാളം ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനല്ലേ ഇഷ്ടപ്പെടുന്നത്, അല്ലേ? rather than ഇതിനേക്കാളും only satisfied to the patient care. ആ പേഷ്യന്റ് കെയർ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനേക്കാളും നമ്മൾ ധാരാളം ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് ജനറൽ പബ്ലിക് താല്പര്യപ്പെടുന്നത്. അതാണ് അവർക്ക് കുറച്ചും കൂടി ഒരു ഇതെന്ന് പറയുന്നത്. പൊതുജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ധാരാളം രോഗികളുടെ ആ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനേക്കാളും, പേഷ്യൻസിന്റെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനേക്കാളും ധാരാളം ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് ജനറൽ പബ്ലിക് ഇഷ്ടപ്പെടുന്നത്.
With this concept, അതനുസരിച്ച് നോക്കിയേ, the image of the hospital gradually become good. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഇമേജ് നല്ലതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. And they are being erased again from just being the center for medical care and treatment to a facility providing. ഏതൊക്കെയാണ് നോക്കി ഇത് എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ സമഗ്രമായ. അറിയില്ലാത്തവര് അതിന്റെ മുകളിൽ ഒന്ന് എഴുതി വെക്കുക. കോംപ്രിഹെൻസീവ് സമഗ്രം. പ്രിവെന്റീവ് വാട്ട് ഈസ് പ്രിവെന്റീവ്? പ്രതിരോധിക്കുന്ന അല്ലെ, പ്രതിരോധം. പ്രിവെന്റീവ്. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ രോഗശാന്തി നൽകുന്നത്. രോഗശാന്തി നൽകുന്നത്. ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്. റീഹാബിലിറ്റേഷൻ എന്ന് വെച്ചാൽ പുനരധിവാസ കേന്ദ്രങ്ങള്. എന്നാൽ ഇവിടെ നോക്കിയാൽ നമ്മളപ്പോ അതിന്റെ ഒരു മീനിങ് പറഞ്ഞേ. വിത്ത് ദിസ് കൺസെപ്റ്റ് നോക്കിയേ, ഈ ഒരു കൺസെപ്റ്റിലൂടെ ദി ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ ഗ്രാജുവലി ബിക്കം ഗുഡ്. ആ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഇമേജ് തന്നെ നല്ലൊരു ഇതിലേക്ക് വന്നേക്കാണ്. ആൻഡ് ദേ ആർ ബീങ് എറേസ്ഡ് അഗെയിൻ ഫ്രം ജസ്റ്റ് ബീയിങ് ദ സെന്റർ ഫോർ മെഡിക്കൽ കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് to a facility providing. Okay, അപ്പൊ വെച്ചാൽ ഈ ഒരു ആശയത്തോടെ ആശുപത്രിയുടെ പ്രതിച്ഛായ ക്രമേണ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ മെഡിക്കൽ കെയർ ആൻഡ് ട്രീറ്റ്മെന്റ്, ചികിത്സയ്ക്കുമുള്ള ആ ഒരു കേന്ദ്രങ്ങൾ എന്നുള്ളതിൽ നിന്ന് തന്നെ അതിന്റെ ഒപ്പം ധാരാളം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഫെസിലിറ്റി അത് ഏതൊക്കെ ഫെസിലിറ്റിയാ? കോംപ്രിഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസ്. ഇത്രയും സേവനങ്ങളൊക്കെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കേന്ദ്രങ്ങൾ കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ പണ്ടത്തേനെ വെച്ചിട്ട് ഇന്നത്തെ ഒരു ആ ഛായ ആ ഒരു ഇത് കൺസെപ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ കേവലം മെഡിക്കൽ കെയറും ട്രീറ്റ്മെന്റും നൽകുന്നതിനോടൊപ്പം തന്നെ ധാരാളം ഫെസിലിറ്റിയും കൂടി അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ ഫെസിലിറ്റി അവിടെ പറഞ്ഞേക്കുന്നത്? ഫെസിലിറ്റീസ് ആയിരിക്കാം. കോംപ്രിഹെൻസീവ്, അത്രയും ഫെസിലിറ്റീസിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അത്രയും ഇതിലേക്ക് ഉയർന്നു വന്നിരിക്കുകയാണ് ഇന്നത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ മൊത്തത്തിൽ നമ്മൾ എന്താ പറയാ, പണ്ടത്തെ ഒരു കൺസെപ്റ്റിൽ നിന്ന് ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിന് പുതിയൊരു ആശയം വന്നേക്കുവാണ്. അത് മെഡിക്കൽ കെയറും ട്രീറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യുന്നതിൽ നിന്ന് ഉപരിയായിട്ട് ധാരാളം ഫെസിലിറ്റീസും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേതൊക്കെയാ? കോംപ്രിഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ്. ഇനി നോക്കിയ ഡെഫിനിഷൻ ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ എന്താണ്? ഫെസിലിറ്റീസിന്റെ മീനിങ്സ് ഒന്ന് പറയോ? ഏതാണ് കോംപ്രിഹെൻസീവ്? ഇതാണോ? സമഗ്രമായ. പ്രിവെന്റീവ് എന്ന് വെച്ചാൽ പ്രതിരോധിക്കുന്നത്. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ രോഗശാന്തി നൽകുന്നത്. റീഹാബിലിറ്റേഷൻ എന്ന് വെച്ചാൽ പുനരധിവാസ കേന്ദ്രങ്ങൾ കൂടിയാണ്. ഇത്രയും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, മ്യൂട്ട് ചെയ്തേ. നോക്കിയേ, ഇതിന്റെ ഡെഫിനിഷൻ എന്താ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്? സിമ്പിൾ ഡെഫിനിഷൻ അവിടെ കൊടുത്തേക്കുന്നത്. ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിംഗ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി ഇൽ ഓർ ഇൻജുറി പീപ്പിൾ. എന്താ ഹോസ്പിറ്റൽ? ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ്. എന്തൊക്കെയാ പ്രൊവൈഡ് ചെയ്യുന്നത്? മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ്. മെഡിക്കൽ സർജിക്കൽ ട്രീറ്റ്മെന്റ് അതുപോലെ തന്നെ നഴ്സിംഗ് കെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഫോർ എനി ഇൽ ഓർ ഇൻജുറി. മാം ആരോ മ്യൂട്ട് ചെയ്തിട്ടില്ല മാഡം, ഭയങ്കര ഡിസ്റ്റർബൻസ്. മ്യൂട്ട് ചെയ്ത് വെച്ചേ. ഇനി അതിൽ നമ്മൾ ഇന്ന് ക്ലാസ് ഇത്തിരി ലേറ്റ് ആയിട്ടാ തുടങ്ങിയത്. ഇവിടെ നെറ്റ് ഇതൊക്കെ വന്ന് കണക്ഷനൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ വൈകിയാ തുടങ്ങിയത്. എനിക്ക് ഇത് ഈ ഒരു ചാപ്റ്റർ തീർക്കണം. നമുക്ക് ആഴ്ചയിൽ ഒരു ക്ലാസ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിനോട് ഇൻട്രൊഡക്ഷൻ ഇന്നൊന്ന് തീർക്കണം. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ്. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താ? ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് മെഡിക്കൽ സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി ഇൽ ഓർ ഇൻജുറീഡ് പീപ്പിൾ. ആരാണ്? അബിത മ്യൂട്ട് ചെയ്യട്ടാ.
ഓക്കെ. അപ്പൊ ഇല്ലായിട്ടുള്ളവർക്കും ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളവർക്കും വേണ്ടിയിട്ട് മെഡിക്കൽ സർജിക്കൽ ട്രീറ്റ്മെന്റും നഴ്സിംഗ് കെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. എന്താ വാട്ട് ഈസ് ഹോസ്പിറ്റൽ? ജസ്ന എന്ന് പറഞ്ഞേ. ജസ്ന നിയാസ്, ഹോസ്പിറ്റൽ എന്താ? സിനി കേൾക്കുന്നില്ലേ നിങ്ങള്? സരിത ഓക്കെ. എന്താ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞേ? ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ Hospitals are institutions providing medical and surgical treatment and nursing care for any ill or injured people. ആയിട്ടുള്ള ഇഞ്ചുറീഡ് ആയിട്ടുള്ള ആളുകൾക്ക് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന നഴ്സിംഗ് കെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി താഴെ നോക്കിയേ. നെക്സ്റ്റ്, ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മേക്ക് ദ യൂസ് ഓഫ് ഫിസിഷ്യൻ. ഫിസിഷ്യൻ ആരാ? ഹു ഈസ് ഫിസിഷ്യൻ? ഫിസിഷ്യൻ ആരാ? ജനറൽ ഡോക്ടർ. ഒരു പ്രത്യേക ഡിഗ്രി ഇതല്ല, ജനറൽ ഡോക്ടർ ആണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ ജനറൽ ഡോക്ടർ ആണ്. അത് സർജറി കാര്യങ്ങളൊന്നും ചെയ്യൂല, എല്ലാത്തിനെയും കോമൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആള് ജനറൽ ഡോക്ടറാണ് ഫിസിഷ്യൻ. ഫിസിഷ്യനെയും സർജനെയും ആൻഡ് ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ധാരാളം ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന, അത് ഏതൊക്കെയാ? ഡയഗ്നോസിസ്, രോഗനിർണയം, തെറാപ്പി, റീഹാബിലിറ്റേഷൻ, പ്രിവെൻഷൻ, എഡ്യൂക്കേഷൻ, റിസർച്ച്, ഇത്രയും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. ഇത് വേറൊരു ഡെഫിനിഷൻ അവിടെ കൊടുത്തേക്കുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മേക്ക് ദ യൂസ് ഓഫ് ഫിസിഷ്യൻ, സർജൻ ആൻഡ് ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ്. ഫിസിഷ്യനെയും സർജനെയും ടെക്നിക്കൽ സ്റ്റാഫിനെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ധാരാളം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഏതൊക്കെ ഫെസിലിറ്റിയാ? ഡയഗ്നോസിസ്, തെറാപ്പി, റീഹാബിലിറ്റേഷൻ, പ്രിവെൻഷൻ, എഡ്യൂക്കേഷൻ, റിസർച്ച്, ഇത്രയും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് താഴെ പാരഗ്രാഫ് നോക്കിയേ. Professionally and technically skilled people apply their knowledge and skill with the help of complicated equipment and appliances to provide quality care for the patient. ഇവിടെ നോക്കിയേ, professionally and technically skilled people. പ്രൊഫഷണലി ടെക്നിക്കലി സ്കില്ലുള്ള കഴിവുള്ള ആളുകൾ, അതായത് ഡോക്ടേഴ്സ്, അവരുടെ നോളേജും സ്കില്ലും കഴിവുകളും ഒക്കെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോംപ്ലിക്കേറ്റഡ് എക്വിപ്മെന്റിന്റെ സഹായത്തോടു കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊവൈഡ് ക്വാളിറ്റി കെയർ ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റിന്റെ രോഗി പരിചരണം, പേഷ്യന്റിന്റെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട്. ഹോസ്പിറ്റലിലെ ഡോക്ടർ വെറുതെ നമ്മൾക്ക് നോക്കി ഇത് ചെയ്യല്ല, അതിന്റെ അവർക്കുടെ ഒരു കുറെ എക്വിപ്മെന്റ്സ് വേണ്ട. പനിയാണെങ്കിൽ പോലും തെർമോമീറ്റർ യൂസ് ചെയ്യും അല്ലെ, ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടി എത്ര ഡിഗ്രി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി തെർമോമീറ്റർ, ആ ഒരു എക്വിപ്മെന്റിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഡോക്ടർ അവിടെ അവർക്കുടെ നോളജ് ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോ ഈ ഡോക്ടർ സ്കിൽഡ്, ടെക്നിക്കലി പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ അവരുടെ നോളേജും സ്കില്ലും ഒക്കെ ഹെൽപ്പ് ഓഫ് കോംപ്ലിക്കേറ്റഡ് എക്വിപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടി അവിടെ അപ്ലൈ ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ട്? ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ടാ? പേഷ്യന്റിന്റെ കെയറിന് വേണ്ടിയിട്ട് അല്ലെ, നമ്മളുടെ രോഗം മാറാൻ, നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ കെയറിന് വേണ്ടിയിട്ട് അവരിത് അപ്ലൈ ചെയ്യുന്നു അല്ലെ. ഇപ്പൊ നമ്മള് വയറുവേദനയായിട്ട് ചെയ്യുന്നു, ഡോക്ടർ അപ്പൊ തന്നെ പറയും സ്കാൻ ചെയ്യാൻ പറയും. സ്കാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഡോക്ടറിന് കറക്റ്റ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതനുസരിച്ച് ഡോക്ടറിന് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് നമുക്ക് തരാനും വേണ്ടിയിട്ട്. അപ്പൊ അവരുടെ നോളേജ്, സ്കില്ലുകളൊക്കെ അവരുടെ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടി അവിടെ പ്രൊവൈഡ് ചെയ്യാണ്. ഇതെല്ലാം പേഷ്യന്റിന്റെ കെയറിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. നെക്സ്റ്റ് നോക്കിയേ, ഹോസ്പിറ്റൽ ഈസ് എ പ്ലേസ് ഫോർ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഹ്യൂമൻ ഇൽ ആൻഡ് ബ്രിങ് ബാക്ക് ദ ഹെൽത്ത് ആസ് വെൽ ബീയിങ് ഓഫ് ദോസ് ടെമ്പററി പ്രിവെന്റഡ് ഫ്രം എൻജോയിങ് ദീസ്. ഇവിടെ എന്താ പറയുന്നത് നോക്കിയേ, ഹോസ്പിറ്റൽ ഈസ് എ പ്ലേസ് ഫോർ ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയഗ്നോസിസ് രോഗനിർണയം അല്ലെ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഹ്യൂമൻ ഇൽ. നമ്മള് ഇല്ലായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഡയഗ്നോസ് ചെയ്യും,
ആദ്യ രോഗനിർണയം എന്താണെന്ന് രോഗം കണ്ടുപിടിക്കണം. അത് പല ഇതിന്റെ ഇപ്പൊ സ്കാൻ ചെയ്താണെങ്കിൽ അങ്ങനെ, എക്സ്റേ എടുത്തിട്ടാണെങ്കിൽ അങ്ങനെ, എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് സഹായത്തോടു കൂടിയാണെങ്കിലും ഡോക്ടർ ആ ഇല്ല എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു, എന്നിട്ട് ട്രീറ്റ്മെന്റ് നൽകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവരെ ബ്രിങ് ബാക്ക് ഓഫ് ഹെൽത്ത്, അവരുടെ ആരോഗ്യത്തിലേക്ക്, ഹെൽത്തിലേക്ക്, അവരുടെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. വെൽ ബീയിങ് ഓഫ് ദോസ് ടെമ്പററി പ്രിവെന്റഡ് ഫ്രം എൻജോയിങ് ദീസ്. അനാരോഗ്യം അനുഭവിക്കുന്ന ആളുകളുടെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സെന്റേഴ്സ് ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? Hospital is a place for diagnosis and treatment of human ill. നമ്മുടെ രോഗങ്ങൾ ആദ്യം ഡയഗ്നോസ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. ട്രീറ്റ്മെന്റ് നടത്തി നമ്മളെ തിരിച്ച് നമ്മുടെ ഹെൽത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ആൻഡ് ബ്രിങ് ബാക്ക് ഓഫ് ഹെൽത്ത്, നമ്മുടെ ആരോഗ്യത്തിലേക്ക്, നമ്മുടെ പൂർണ്ണ ആരോഗ്യവാനാക്കി നമ്മളെ മടക്കുന്നു, ആരോഗ്യത്തിൽ തിരിച്ചു കൊണ്ടുവരുന്നു. എങ്ങനെ? അനാരോഗ്യം അനുഭവിക്കുന്ന ആളുകളെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സെന്റർ കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. WHO എക്സാമ്പിൾ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഡ് WHO. എന്താ എക്സ്പാൻഡഡ് ഫോം? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇതും കൂടി നമുക്ക് നോക്കാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എ ഹോസ്പിറ്റൽ. ആ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് നൽകിയ ഡെഫിനിഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. ഹോസ്പിറ്റൽ എന്താന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി WHO കൊടുത്തിട്ടുള്ള, ഹോസ്പിറ്റലിന് കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഇത്. നോക്കാം. എ ഹോസ്പിറ്റൽ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ആസ് എ മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ. മെഡിക്കൽ സോഷ്യൽ ഓർഗനൈസേഷന്റെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. The function of which is to provide for the population complete health care, both the curative and preventive. ഇതിന്റെ ഫംഗ്ഷൻ എന്താ ഹോസ്പിറ്റലിന്റെ? To provide for population complete health care. അല്ലെ? അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രാധാന്യം ചെയ്യുക. അതല്ലേ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്? നമുക്ക് രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ പഴയ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. നമുക്കൊരു നല്ലൊരു ജീവിതം, ആരോഗ്യകരമായിട്ടുള്ള ജീവിതം പ്രദാനം ചെയ്യുന്നു. ടു പ്രൊവൈഡ് ടു ദ പോപ്പുലേഷൻ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ, ബോത്ത്. അതെങ്ങനെയാ? ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്. രോഗശാന്തി, പ്രതിരോധം. ഇതിലൂടെ നമ്മൾക്ക് നല്ലൊരു പേഷ്യന്റിന് നല്ലൊരു ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാണ്. പോപ്പുലേഷൻ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ, അതാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ വാട്ട് ഇസ് ദ ഫംഗ്ഷൻ? According to WHO, A hospital is an integral part of the population complete health care. The function curative and provide for the population complete health care. WHOന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ടു പ്രൊവൈഡ് ഫോർ ദ പോപ്പുലേഷൻ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക, ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്. And outpatient services. ഇത് മാത്രമല്ല, outpatient services. Outpatient service എന്ന് പറഞ്ഞാൽ is any medical care given to patient outside of the hospital. Hospital. മിസ് പോയോ? പോയിട്ടില്ല, സോറി. നെക്സ്റ്റ് ഇവിടെ അടുത്ത മിസ്സിന്റെ ടൈം ആയി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 2 മിനിറ്റും കൂടി അങ്ങോട്ട് നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? both preventive and curative, and whose outpatient service reach out of the family and its home environment. അവർക്ക് അവിടെ മാത്രമല്ല, അവർക്കുടെ ഫാമിലിക്കും കൂടി, പേഷ്യന്റിനും അവർക്കുടെ ഫാമിലിക്കും കൂടി എന്താണ് ഒരു സർവീസ് കൊടുക്കുന്ന ഒരു കേന്ദ്രങ്ങൾ കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതുകൂടാതെ the hospital is also a center for the training of health workers and biosocial research. ബയോസോഷ്യൽ റിസർച്ച് പ്രവർത്തകരുടെയും ഹെൽത്ത് വർക്കേഴ്സിന്റെയും ഒരു ട്രെയിനിങ് സെന്റർ കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. The hospital is also a center for the training of health workers and biosocial research. ഹെൽത്ത് വർക്കേഴ്സിന്റെയും ബയോസോഷ്യൽ റിസർച്ച് പ്രവർത്തകരുടെയും ഒരു ട്രെയിനിങ് സെന്റർ കൂടിയാണ് ഹോസ്പിറ്റൽ.
ഇതിനകത്ത് നമ്മൾ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് നൽകിയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് പറഞ്ഞത്. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്, ഒഴിച്ചു കൂടാനാവാത്ത ഭാഗമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ദ ഫംഗ്ഷൻ എന്താ? ഈസ് ടു പ്രൊവൈഡ് പോപ്പുലേഷൻ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫംഗ്ഷൻ, ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്. ഇനി പേഷ്യന്റിന് മാത്രമല്ല, ആൻഡ് ഫോർ ഔട്ട് പേഷ്യന്റ് സർവീസ്, പേഷ്യന്റിനും അവരുടെ ഫാമിലിക്കും കൂടി പരിസ്ഥിതിക്കും ഒക്കെ ഒരു സർവീസ് കൊടുക്കുന്ന ഒരു സെന്റർ ആണ് ഹോസ്പിറ്റൽ. ആൻഡ് ഓൾസോ ഇറ്റ് സെന്റർ ഫോർ ട്രെയിനിങ് ഓഫ് ഹെൽത്ത് വർക്കേഴ്സ് ആൻഡ് ബയോ സോഷ്യൽ റിസർച്ച്. ഹെൽത്ത് വർക്കേഴ്സിന്റെയും ബയോ സോഷ്യൽ റിസർച്ച് പ്രവർത്തകരുടെയും ഒരു ട്രെയിനിങ് സെന്റർ കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമ്മുടെ ഇൻട്രൊഡക്ഷനില് നമ്മൾ ആദ്യം പറഞ്ഞത് ഹോസ്പെക്സ് എന്ന വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്ന ലാറ്റിൻ വേർഡായ ഈ ഹോസ്പിറ്റൽ, ഹോട്ടൽ, ഹോസ്റ്റൽ, ഹോസ്പിസ് എന്ന വേർഡൊക്കെ ഭാഷാശാസ്ത്രപരമായിട്ട് ഡിറൈവ് ചെയ്തേക്കുന്നത് ലാറ്റിൻ വേർഡായ ഹോസ്പസ് എന്ന വേർഡ്. അതിന്റെ മീനിങ് ഗസ്റ്റ് ഓർ വിസിറ്റർ ഓർ വൺ ഹു പ്രൊവൈഡ് ലോഡ്ജിംഗ് ഓർ എന്റർടൈൻമെന്റ് ഫോർ ദ ഗസ്റ്റ് ഓർ വിസിറ്റർ. മീനിങ് നമുക്ക് ഗസ്റ്റ് എന്നോ വിസിറ്റർ എന്നോ ഹോസ്റ്റ് എന്നോ സ്ട്രേഞ്ചർ എന്നൊക്കെയാണ് ഈ ലാറ്റിൻ വേർഡ് ഹോസ്പസ് എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്ന് പറയുന്നത്. പണ്ടത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് പുതിയൊരു ആശയത്തിലേക്ക് വന്നു ചേർന്നേക്കാണ് ടുഡേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഹീലിംഗ് സെന്റർ മാത്രമല്ല, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ പ്ലേസ് ദാറ്റ് പ്രൊമോട്ട് ഹെൽത്ത്ഫുൾ ലിവിംഗ്. ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രാധാന്യം ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഡെഫിനിഷൻ ആണ്. ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷൻ പറഞ്ഞു, സിമ്പിൾ ആയിട്ട് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഫിസിഷ്യൻ, സർജൻ, ടീം ഓഫ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ധാരാളം ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് നൽകിയിട്ടുള്ള ഡെഫിനിഷൻ. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ട്യൂസ്ഡേ ആയിരിക്കും നിങ്ങൾക്ക് എന്റെ ക്ലാസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ വായിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനിയിപ്പോ ഇത് ആയതുകൊണ്ട് ഞാൻ എല്ലാവരെയും കൊണ്ടൊന്ന് റീഡ് ചെയ്യിപ്പിക്കുന്നില്ല. നെക്സ്റ്റ് ഹിസ്റ്ററി കൂടി കഴിഞ്ഞ് തേർഡ് ചാപ്റ്റർ മുതൽ നമ്മൾ എല്ലാവരെയും കൂടി വായിപ്പിച്ച് അങ്ങനെയൊക്കെ പോകാം. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? അതിനെ എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് വെക്കുക കേട്ടോ. ഇൻട്രൊഡക്ഷൻ റീഡ് ചെയ്ത് എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്ന് എന്റെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.